എല്ലാം തല്ലി തകർക്കുക. യൂണിവേഴ്സിറ്റിയെ ഇപ്പോൾ രജിസ്ട്രാറുടെ വിലയായിട്ട് കൊണ്ടിരുത്തി. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് കോടതിയിൽ നിന്ന് ഒരു ക്ലിയറൻസ് അദ്ദേഹത്തിന് വാങ്ങിച്ചുകൂടാ? മാത്രമല്ല, ഇന്നത്തെ ഒരവസ്ഥ, വൈസ് ചാൻസലർ ഇപ്പോൾ ഈ രജിസ്ട്രാർ കൊടുക്കുന്ന ഫയലുകൾ ഒപ്പിടുന്നില്ല. ഈ ഒപ്പുകൾ പലതും പ്രധാനപ്പെട്ട ഫയലുകളാണ്, കുട്ടികളുടെ ഭാവി തീരുമാനിക്കുന്ന ഫയലാണ്. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പേരിലാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ സമരമെങ്കിൽ കാലിക്കറ്റിലും ഗാന്ധി യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റിയിലും എന്തിനാണ് സമരത്തിൻ്റെ ആവശ്യം? എന്താ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എന്തിനാണ് സമരത്തിൻ്റെ ആവശ്യം? അപ്പോൾ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു കലാപഭൂമിയാക്കുകയാണ് യൂണിവേഴ്സിറ്റികളെ. ഇപ്പം ഞങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തുന്നുണ്ട്. ഈ രണ്ട് സമരങ്ങൾ വന്നാൽ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഞങ്ങളുടെ കുട്ടികൾ സമരം ചെയ്യുമ്പോൾ അവരെ തല്ലി ചതയ്ക്കുന്ന പോലീസ് ഇവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക. മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് ഒരു DYFI നേതാവിനെ അറസ്റ്റ് ചെയ്ത് വാനിൽ കയറ്റുമ്പോൾ, നിങ്ങൾ പത്രത്തിലുണ്ട്, മഫ്റ്റിയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ആ കുട്ടീനെ ഇറക്കി വിട്ടു വണ്ടിയിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു അരാജകത്വം നടമാടുക. ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഗവർണർ ഇനി കേന്ദ്ര സേനയെ വിളിച്ചാൽ പിന്നെ പോലീസുകാരെ നമ്മൾ അടിയേ കൊടുക്കും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നമുണ്ട്, ശരിയാണ്, അത് പരിഹരിക്കണം. ചാൻസലറുടെ ഒരു കാരണവശാലും ചാൻസലറോ വൈസ് ചാൻസലർമാരോ കാവ്യവൽക്കരണം നടത്തിയാൽ ഞങ്ങൾ അതിനെ എതിർക്കും. എന്നാൽ അതിൻ്റെ പേരിൽ ചുവപ്പുവൽക്കരണവും നടത്താൻ പാടില്ല. യൂണിവേഴ്സിറ്റി അതിൻ്റെ സ്റ്റാൻഡേർഡിന് വിടണം, സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് ഞങ്ങളുടെ നിലപാട്. കഴിഞ്ഞോ? അല്ല, തരൂരിൻ്റെ വിഷയം ഞങ്ങൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഞങ്ങൾ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ ഇനി അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത്. അത് അദ്ദേഹമാണ് എടുക്കേണ്ടത്. അദ്ദേഹം ഒന്നുകിൽ കോൺഗ്രസ്സിന് വിധേയനാവുക, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിർദ്ദേശിച്ചതിൻ്റെ ഫലമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇത് രണ്ടും അലങ്കരിക്കുന്ന അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക, പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതല്ല, ഇതിനോടൊന്നും സഹകരിക്കാൻ വയ്യെങ്കിൽ ജനങ്ങൾ ഏൽപ്പിച്ച ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇഷ്ടമുള്ള തീരുമാനം അദ്ദേഹത്തിന് എടുക്കാം. പക്ഷേ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഒരു വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗത്തിനെ KPCCയിലെ ഞങ്ങളൊക്കെ കൂടെ എതിർക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിനെയും ബാധിക്കുന്നുണ്ട്. അതായത് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സ്ഥാനത്തിനെയും ബാധിക്കുന്നുണ്ട്. ഈ രണ്ടിലൊരു കാര്യം അർജൻറ്റായിട്ട് അദ്ദേഹം ചെയ്യുക. ഞങ്ങൾ ഏതായാലും ഇനി ഇതിനി പ്രതികരിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാം.